വിശുദ്ധ വെൻസേസ്ലാവോസ് ഏതാണ്ട് 907 ബൊഹേമിയയിലെ പ്രേഗ് എന്ന സ്ഥലത്താണ് വിശുദ്ധ വെൻസേസ്ലാവോസ് ജനിച്ചത്. വിശുദ്ധന്റെ ചെറുപ്പകാലത്ത് തന്നെ അദ്ദേഹത്തിന്റെ പിതാവ് ഒരു യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. അതോടെ രാജ്യത്തിന്റെ ഭരണം അദ്ദേഹത്തിന്റെ അമ്മയുടെ കൈകളിൽ എത്തിച്ചേർന്നു. തന്റെ അമ്മൂമ്മയും വിശുദ്ധയുമായ ലൂഡ്വില്ല വഴിയാണ് അദ്ദേഹത്തിന് വിദ്യാഭ്യാസം ലഭിച്ചത്. നല്ലൊരു ക്രിസ്ത്യാനി മാത്രമല്ല, നല്ലൊരു ഭരണകർത്താവായിരിക്കുവാനും വിശുദ്ധ അദ്ദേഹത്തെ പഠിപ്പിച്ചു. വെൻസേസ്ലാവോസ് രാജ്യഭരണം ഏറ്റെടുക്കുന്നതിന് മുൻപ് വിഗ്രഹാരാധകരായ മറ്റ് പ്രഭുക്കൾ അമ്മുമ്മയെ വധിച്ചെങ്കിലും അഗാധവും ശക്തവുമായ ഒരു ക്രിസ്തീയ വിശ്വാസം അദ്ദേഹത്തിൽ ഉളവാക്കുവാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. പിതാവിന്റെ സിംഹാസനത്തിൽ അവരോധിതനാകുമ്പോൾ വെൻസേസ്ലാവോസിന് 18 വയസ്സായിരുന്നു. മറ്റുള്ളവരുടെ ശക്തമായ എതിർപ്പിനെ വകവയ്ക്കാതെ അദ്ദേഹം സഭയുമായി ഒത്തുചേർന്ന് ധാരാളം വിഗ്രഹ ആരാധകരെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. തന്റെ ജീവിതകാലം മുഴുവനും കറപുരളാത്ത ഒരു ജീവിതം നയിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. നാടുവാഴിയായിരുന്നതിനാൽ അദ്ദേഹം തന്റെ പ്രജകൾക്ക് പിതാവിന് പോലെയും അനാഥരോടും വിധവകളോടും പാവപ്പെട്ടവരോടും കാരുണ്യമുള്ളവനായിരുന്നു. തന്റെ സ്വന്തം ചുമലിൽ വിറക് ചുമന്ന് പാവപ്പെട്ടവരുടെ വീടുകളിൽ അദ്ദേഹം വിറക് എത്തിക്കുമായിരുന്നു. തടവുപുള്ളികളെ മോചിപ്പിക്കുക, തടവറകളിൽ പീഡനം അനുഭവിക്കുന്നവരെ സന്ദർശിക്കുക എന്നിങ്ങനെ പല നല്ല പ്രവർത്തികളും അദ്ദേഹം ചെയ്തിരുന്നു. ക്രിസ്തീയ പുരോഹിതന്മാരോട് വളരെയേറെ ബഹുമാനം അദ്ദേഹം പുലർത്തിയിരുന്നു. എന്നാൽ വിശുദ്ധന്റെ സഹോദരനായ ബൊലേസ്ലാവോസ് വിഗ്രഹാരാധകനായി മാറി. 929 സെപ്റ്റംബർ 28 വെൻസേസ്ലാവോസ് വിശുദ്ധ കുർബാനയ്ക്കായി പോകുന്ന വഴി പള്ളിയുടെ പടിവാതിൽക്കൽ വെച്ച് ബൊലേസ്ലാവോസ് വിശുദ്ധനെ പിറകിൽ നിന്ന് ഇടിച്ചു വീഴ്ത്തി. മരിക്കുന്നതിന് മുമ്പ് വിശുദ്ധൻ തന്റെ സഹോദരന്റെ ആത്മാവിനോട് കരുണ കാണിക്കുവാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. രാഷ്ട്രീയ കാരണങ്ങൾ മൂലമാണ് വിശുദ്ധൻ കൊല്ലപ്പെട്ടതെങ്കിലും വിശ്വാസത്തോട് ബന്ധപ്പെട്ട വഴക്കാണ് ഇതിനുള്ള മൂലകാരണമെന്നതിനാൽ സഭയുടെ രക്തസാക്ഷികൾക്കിടയിലാണ് വിശുദ്ധന്റെ സ്ഥാനം. തന്റെ 22ാമത്തെ വയസ്സിൽ വധിക്കപ്പെട്ട ഈ രാജാവ് ചെക്ക് റിപ്പബ്ലിക്കിന്റെ ദേശീയ നായകനും മധ്യസ്ഥനുമാണ്. സ്ലാവ് ജനതകൾക്കിടയിൽ നിന്നും നാമകരണം ചെയ്യപ്പെട്ട ആദ്യ വിശുദ്ധൻ കൂടിയാണ് വെൻസേസ്ലാവോസ്.